ഗ്രീൻ ടീ കൊണ്ടുള്ള മോയ്സ്ചറൈസിംഗ് ക്രീം തയ്യാറാക്കിയാലോ? ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റ് ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഈ ഒരു ക്രീം തയ്യാറാക്കാം. ചർമ്മത്തെ പോഷിപ്പിക്കാൻ ഈ ക്രീം സഹായിക്കുകയും ചെയ്യും. ഇത് തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ: 1 ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെൽ. ചർമ്മം മോയ്സ്ചറൈസ് ചെയ്യാനും ചർമ്മത്തിലെ സ്ട്രെച്ച് മാർക്കുകൾ മാറാനും കറ്റാർവാഴ ജെൽ സഹായിക്കും. സൂര്യതാപം മൂലം ചർമ്മത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഇത് സഹായിക്കും. വെളിച്ചെണ്ണയിൽ ധാരാളം ആന്റി ബാക്ടീരിയലും ആന്റി ഫംഗലുമായ ഗുണങ്ങളുണ്ട്. ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാൻ ഇത് സഹായിക്കും. ചർമ്മം സ്മൂത്ത് ആകാനും ഇത് സഹായിക്കും. ആൽമണ്ട് ഓയിൽ. അൾട്രാവയലറ്റ് ഡാമേജിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാൻ ഇത് സഹായിക്കും. ചർമ്മം മോയ്സ്ചറൈസ് ചെയ്യാനും ഇത് സഹായിക്കും. ഇത് ആക്നെ കുറയ്ക്കാനും സഹായിക്കും. ഡാർക്ക് സർക്കിൾസ് മാറാനും ഇത് നല്ലതാണ്. ഗ്രീൻ ടീ ബാഗ്. ഇതിലുള്ള ആന്റി ഓക്സിഡന്റും ആന്റി ഇൻഫ്ലമേറ്ററിയും ആന്റി മൈക്രോബിയലുമായ ഗുണങ്ങൾ ആക്നെ, ഓയിലി സ്കിൻ എന്നിവ ചികിത്സിക്കും. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 3 സ്പൂൺ ആൽമണ്ട് ഓയിൽ ഒഴിക്കാം. അടുത്തതായി 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് രണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് ഡബിൾ ബോയിൽ ചെയ്യണം. ഓയിൽ ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലേക്ക് ഗ്രീൻ ടീ പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് കുറഞ്ഞ തീയിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം ഇത് പുറത്തെടുത്ത് ചൂടാറാനായി വെക്കാം. ചൂടാറിയാൽ ഇത് നമുക്ക് അരിച്ച ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കറ്റാർവാഴ ജെല്ല് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഈ സമയം എസൻഷ്യൽ ഓയിൽ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇത് തികച്ചും ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. നന്നായി ഇളക്കി ക്രീം കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം. മോയ്സ്ചറൈസിംഗ് ക്രീം ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ക്രീം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന് നോക്കാം. കിടക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് ഈ ക്രീം നോർമൽ ക്രീം എന്ന പോലെ തന്നെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ചർമ്മത്തിൽ അബ്സോർബ് ആകാനായിട്ട് വിടണം. അപ്പോൾ കിടക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അബ്സോർബ് ആകും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.